ഓക്കെ, ഇപ്പം നമുക്ക് ഗ്രില്ലുണ്ടാക്കാൻ പോവാം. എല്ലാവർക്കും നമസ്കാരം, സൂരജാണ്. നമുക്ക് ഈ അഡിക്ഷൻ ഉണ്ടല്ലോ, ഫുഡ് അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ, അതുപോലെ തന്നെ ഡ്രഗ്, അങ്ങനെ ഒരുപാട് അഡിക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ഒരു 7 ദിവസമായിട്ട് എനിക്കിതുപോലെ എന്തെങ്കിലും മൊബൈൽ അഡിക്ഷൻ എന്തെങ്കിലും ഉണ്ടോ സംതിങ്. കാരണം ഞാൻ എപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ അഡിക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ എനിക്ക് നല്ലൊരു സമയം കിട്ടി. അപ്പോൾ ഞാൻ മൊബൈൽ പൂർണ്ണമായിട്ട് നെറ്റ്വർക്ക് ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് മൊബൈലിൻ്റെ ചിന്തകളോ മൊബൈൽ നോക്കണമെന്നോ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കണമെന്നോ ഒന്നും തോന്നിയിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിൽ വലിയൊരു സന്തോഷം എനിക്ക് തോന്നിയത് മൊബൈൽ ഫോൺ നമ്മൾ മാറ്റി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പം ഭയങ്കര മൈൻഡ് റിലീഫ്, ഭയങ്കര ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പലരോടും പറയും, ഇനിയിപ്പം നിങ്ങൾ മൈൻഡ് ഒന്ന് സെറ്റാക്കണം, ടൂർ പോകാമെന്ന് പറയുമ്പോൾ 5 ദിവസം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റിൽ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ അങ്ങ് മാറ്റി വെക്കുക. ഒരു കീപാഡ് ഫോണായിട്ട് അത്യാവശ്യം ആരെയും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ കയ്യിൽ വെക്കുക. ഈ ടച്ച് ഫോൺ, ഇൻ്റർനെറ്റ് പരിപാടികളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങൾ യാത്ര ചെയ്ത് നോക്കി. ചിലപ്പോൾ അല്ലേ വേറെ വീട്ടിൽ തന്നെ ഇരുന്ന് നോക്കിയാൽ മതി. ഒരു 2 ദിവസം ഒന്ന് മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിരിക്കും. പക്ഷേ നമുക്ക് പറ്റില്ല, ചിലപ്പോൾ നമ്മൾ മെൻ്റലായേക്കാം. ഞാൻ പറയുമ്പോൾ പലർക്കും വട്ടാന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ചെയ്യാം. പക്ഷേ പറഞ്ഞിട്ടൊക്കെ ഫോൺ ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് പോകും. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഫുഡ് അഡിക്ഷൻ. എനിക്ക് ഫുഡ് അഡിക്ഷൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എവിടെയെങ്കിലും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ തേടിപ്പോയി അവിടെ നിന്ന് വീണ്ടും ഫുഡ് കഴിക്കുക. ഇതൊക്കെ എൻ്റെ പരിപാടികളുടെ ഭാഗമാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ എനിക്ക് പുറത്തുള്ള ഫുഡ് പരിപാടി ഞാൻ 3 ദിവസമായിട്ട് ഉപേക്ഷിച്ചു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ സ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് ഞാൻ തന്നെ കുക്ക് ചെയ്തിട്ട് ഇപ്പോൾ 3 ദിവസമായിട്ട് വളരെ സന്തോഷകരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഹെൽത്തി ഫുഡ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മളിപ്പം എന്താ പറയുക, ഈ നമ്മൾ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു വേറൊരു ഫീലാണ്. അപ്പോൾ അത് ഞാൻ അറിയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്യണം, കൂടുതൽ എന്തെങ്കിലും കുക്ക് ചെയ്യണം എന്നൊക്കെ തോന്നും. പിന്നെ നമുക്ക് ഈ ഡ്രഗ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു മെയിൽ വന്നിട്ടുണ്ട്. അത് എനിക്ക് സംതിങ് അത് പറഞ്ഞ് അത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഫാമിലീസ് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം. അപ്പം ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇപ്പം ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുരുമുളകും മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തു. അതൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല അതിൽ മിക്സ് ചെയ്ത് ഇല്ല. കാന്താരി മുളകും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ചേർത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറായി ഇപ്പം അത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രീസറിലല്ല വെച്ചത്, താഴെയാണ്. അപ്പം അതിനെ എടുത്ത് ഞാൻ ഗ്രില്ല് ചെയ്യും. എന്നിട്ട് ഞാൻ സംതൃപ്തിയോടുകൂടി നല്ല ഹൈ റിച്ച് പ്രോട്ടീൻ ഫുഡ് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ കഴിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ വെച്ച് കുറച്ചെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം. കുക്ക് ചെയ്തൊന്നും കാണിക്കാൻ നിങ്ങൾക്കെല്ലാം അറിയാം, പക്ഷേ ചുമ്മാ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിക്കാം. പിന്നെ മോട്ടിവേഷൻ വീഡിയോസും നമ്മുടെ ചാനലിൽ വഴി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക.
ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാവും. കണ്ടോ? ചൂട് സൂപ്പറാണ്. കണ്ടോ, നല്ല ഉള്ളൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓയിലോ വേറെ ഐറ്റംസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്കിഷ്ടപ്പെട്ട മസാലയാണ് ചേർത്തിട്ടുള്ളത്. അപ്പം കണ്ടോ, നല്ല ക്ലീനായി കിടക്കുക, കഴിഞ്ഞിട്ടില്ല, എല്ലാം സെറ്റാണ്. അപ്പം നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം. എളുപ്പമല്ലേ? കറക്റ്റാണ്. ഞാൻ തന്നെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കൂടുതലും അഡിക്ഷൻ ഉണ്ടാവില്ല. കാരണം എനിക്ക് തന്നെ കുക്ക് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഇതിൽ സ്റ്റോപ്പ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ആ കാന്താരി മുളകിൻ്റെയൊക്കെ ഒരു സ്മെല്ല്. അപ്പം ഇന്നത്തെ ദൗത്യവും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഇങ്ങനെ സെറ്റാക്കണം. കാരണം ഇത് നല്ല ഹൈ റിച്ച് പ്രോട്ടീനാണ്, ഇതിൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ഇത്രയും ഐറ്റംസ് മതി. അപ്പം വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമുക്കിത് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ മസിലുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പം വേറെ ഓരോ ദിവസവും ഓരോ ഐറ്റംസുമായിട്ട് ഞാൻ വരും. അതിൽ ഭയങ്കര ക്ഷീണിച്ചു. ഇപ്പം സത്യത്തിൽ കഴിക്കാനുള്ള മൂഡില്ല. കാരണം കഴിക്കാനുള്ള മൂഡ് വിശക്കുമ്പോഴാണ്. ഇപ്പം നമുക്കിത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ മൂഡ് പോയി. പിന്നെ നിങ്ങളുടെ മുന്നിൽ കാണിക്കണമല്ലോ എന്ന് വെച്ചിട്ട് കഴിക്കുകയാണ്. പക്ഷേ ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം കഴിക്കാം. ചൂട്. ഓക്കെ.